MBA ആണോ നിങ്ങളുടെ കരിയർ ഓപ്ഷനായി നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഏതാണ് 2026 ഏറ്റവും മികച്ച സ്പെഷ്യലൈസേഷൻസ് എന്ന് നോക്കിയാലോ? ഹയർ സാലറി ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, കരിയർ അഡ്വാൻസ്മെന്റ്, ഗ്ലോബൽ എക്സ്പോഷർ, ഈ ഘടകങ്ങളൊക്കെ തന്നെ ഒരു MBA ചൂസ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സെക്ടറിൽ പോകണമെന്നുള്ളവർക്ക് ബാച്ചിലർ ഡിഗ്രിയിൽ ഫിനാൻസ് എടുത്തതിന് ശേഷം MBA ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുക്കാവുന്നതാണ്. സെക്കൻഡ് വണ്ണാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇന്ന് ഏതൊരു കാര്യവും ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ മാർക്കറ്റിംഗ് കൂടിയേ തീരൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. IT, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് എല്ലാം തന്നെ സ്റ്റുഡൻസിൽ നിന്ന് ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. ഇതുകൂടാതെ ബിസിനസ് അനലിറ്റിക്സ്, AI ആൻഡ് ടെക് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻസ് എടുത്ത് നമുക്ക് MBA കംപ്ലീറ്റ് ചെയ്യാം. ഒരു MBA സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളിത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നിങ്ങളുടെ ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്, കരിയറിലെ നിങ്ങളുടെ റിസർച്ച് പ്രോസ്പെക്ട്സ്, അതുപോലെ തന്നെ ഒരു 5 to 10 years നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട ഗോൾസ്, ഇതെല്ലാം തന്നെ ഈ ഒരു സ്പെഷ്യലൈസേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി MBAയിൽ നിങ്ങളുടെ കരിയർ സൃഷ്ടിക്കാൻ ഇനി എളുപ്പമല്ലേ? നിങ്ങൾക്കൊപ്പം എന്നും ഇനി എജു മാസ്റ്റേഴ്സ് ഉണ്ട്.